സാർ, ഡൊണാൾഡ് ട്രംപ് അദ്ദേഹം ഈ മാസം 20 അമേരിക്കയുടെ പുതിയ പ്രസിഡന്റായിട്ട് കയറുകയാണ്. ഇപ്പോൾ അദ്ദേഹം ഈ തീവ്രവാദ സംഘടനകളായ ഹമാസ് ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ ഹമാസിനൊക്കെ അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതായത് ഉടനെ തന്നെ ഈ യുദ്ധം അവസാനിപ്പിക്കണം, ഇല്ലെങ്കിൽ അമേരിക്ക ഇറങ്ങുമെന്നാണ് അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ട്രംപ്, അദ്ദേഹത്തെ നമുക്കറിയാം, അദ്ദേഹം ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ആ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന ആളാണ്. അദ്ദേഹം എന്ത് വേണമെങ്കിലും ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ കാണുന്നത്? ട്രംപിൻ്റെ ഒരു ഗംഭീര വരവ് തന്നെയല്ലേ ഇത്? ട്രംപ് ഹമാസിൻ്റെ അടുക്കൽ പറഞ്ഞിരിക്കുന്നത് ഇസ്രയേലിൻ്റെ ബന്ദികളെ മുഴുവൻ മോചിപ്പിക്കണം എന്നാണ്. 100-ലധികം പേര് അവരുടെ കസ്റ്റഡിയിലാണ്. ഇത് വർഷം 1 കഴിഞ്ഞു, 1.5 വർഷമാകുകയാണ്. ഈ കഴിഞ്ഞ ഒക്ടോബറിൽ 7-നാണല്ലോ ഹമാസ് ഇസ്രയേലിലെ അറ്റാക്ക് ചെയ്തത്. അപ്പം ഇത്രയും പേരെ ബന്ദികളാക്കി വെച്ചിരിക്കുന്നത് മോചിപ്പിക്കുക എന്ന ലക്ഷ്യമാണ്, ഒരു പ്രഖ്യാപിത ലക്ഷ്യമാണ് ഇസ്രയേൽ മുമ്പോട്ട് വെച്ചിരിക്കുന്നത്. പക്ഷേ അത് എത്ര പേര് ഉണ്ടാകും എന്നുള്ളത് കണ്ടറിയാം. കാരണം ഇത്രയും പ്രശ്നങ്ങൾ നടന്ന ഇടത്ത് ആരെല്ലാം ഉണ്ടെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. ആരെങ്കിലും ജീവിച്ചിരിപ്പുണ്ടോ എന്ന് തന്നെ സംശയമാണ്. കാരണം ഈ ഹമാസിൻ്റെയൊക്കെ തന്നെ നേതാക്കന്മാർ, തലപ്പത്തിരിക്കുന്നവർ, അവർ ഈ അഭയാർത്ഥി ക്യാമ്പുകളിലും ആശുപത്രികളിലും ബങ്കറിനുള്ളിലും ഒക്കെയായിട്ട് കഴിയുകയായിരുന്നു. അവരെ പോലും ഇസ്രയേൽ കണ്ടുപിടിച്ച് വകയിരുത്തുകയും ചെയ്തു. എന്നിട്ട് ഈ ബന്ദികളെ അവരിൽ നിന്ന് ബലാത്കാരമായി മോചിപ്പിക്കാൻ കഴിയാതെ പോയെന്ന് വെച്ചാൽ എവിടെ കണ്ടിട്ടില്ല. അപ്പോൾ അത് അവരുണ്ടോ ഇല്ലയോ എന്ന് തന്നെ സംശയമാണ്. അപ്പോൾ ഈ ട്രംപ് ഇപ്പോൾ ആവർത്തിച്ച് പറയുന്നുണ്ട്, മോചിപ്പിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളെ നരകത്തിലേക്ക് തന്നെ തള്ളിവിടും എന്നാണ്. മഹാനരകത്തിലേക്കെന്ന് പറഞ്ഞാൽ അത്രത്തോളം നിങ്ങൾ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ അത്രയും കഷ്ടതകൾ നിങ്ങൾക്കിവിടെ ഉണ്ടാക്കി തരും എന്നാണ്. ഇതിൽ കൂടുതൽ അവർക്ക് ഇനി എന്ത് കഷ്ടതയാണ്? അത്രത്തോളം ദുരിതമല്ലേ. ഹമാസിലുള്ള മുഴുവൻ പേരെയും തീർത്തിട്ടില്ല. ഏതാണ്ട് ഒരു 40-45 പേരെയാണ് ഈ കഴിഞ്ഞ 1 വർഷത്തിനിടയിൽ ഇസ്രായേൽ തീർത്തിരിക്കുന്നത്. ഹമാസിലുള്ളവരെ മുഴുവൻ തീർത്തിട്ട് യുദ്ധം അടങ്ങൂ എന്നൊന്നും പറയാൻ പറ്റത്തില്ല. 1,00,000-ലധികം ആൾക്കാരുള്ളിടത്ത് ഇത്രയും പേരെ തീർത്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഈ ഗാസ എന്ന് പറയുന്ന ഇടം ആകെ നശിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അതൊരിക്കലും പൂർവ്വസ്ഥിതിയിലെത്തുക എന്ന് പറയുന്നത് സാധ്യമല്ല. UN പഠന റിപ്പോർട്ട് തന്നെയാണ്ട് 350 വർഷം വരെ എടുക്കും അതിന് പൂർവ്വസ്ഥിതിയിൽ എത്തുക എന്ന് പറയുന്നത്. 350 വർഷമെന്ന് പറയുന്നത് നമുക്ക് അറിയാം, അതൊരു ലോങ് പീരീഡാണ്. അതിനിടയ്ക്ക് എന്തെല്ലാം ഭൂമിയിൽ മാറ്റങ്ങൾ സംഭവിക്കും. അതുകൊണ്ട് ഗാസ എന്തായാലും അതങ്ങ് തീർന്നു. അതിനിപ്പോൾ ഇസ്രായേലിൻ്റെ കൈകളിലൊക്കെ വരും എന്ന് തന്നെ നമുക്ക് കണക്ക് കൂട്ടാം. പിന്നെ ഇസ്രായേൽ ഇതിനോടൊപ്പം തന്നെ ഹിസ്ബുള്ളയും അവരുമായിട്ട് യുദ്ധം ചെയ്യുന്നു. അതുപോലെ തന്നെ ഹൂത്തികളുമായിട്ടും അതിനോടൊപ്പം ഇറാനുമായിട്ടും യുദ്ധം ചെയ്യുന്ന കാര്യത്തിലേക്ക് നീങ്ങുകയും ചെയ്തു. ഇറാൻ പല തവണ ഇസ്രായേലിനെ പ്രകോപിപ്പിക്കുകയും ചെയ്തു. പലതരത്തിലും അങ്ങോട്ടേക്ക് മിസൈലുകൾ അയക്കുന്നു. ആ മിസൈലുകളെ എല്ലാം തന്നെ തടഞ്ഞു നിർത്താനായിട്ട് അമേരിക്ക വേണ്ട തരത്തിലുള്ള ആയുധവും സൈന്യത്തെയും അങ്ങോട്ട് വിട്ടുകൊടുക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഇസ്രായേലിൻ്റെ അടുക്കൽ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് കൃത്യമായിട്ട് ഇറാനും അറിയാം. എന്നാലും ഇറാൻ ഒന്ന് പൊരുതി നോക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ ഹമാസിനെയും ഹിസ്ബുള്ളയെയും ഹൂത്തികളെയും ഒക്കെ വളർത്തിക്കൊണ്ടുവരുന്ന ഇറാൻ ഇപ്പോൾ ഇനി വലിയ പണി കിട്ടാൻ പോവുകയാണ്. അത് ഇറാൻ എന്ന് പറയുന്നത് ഒരു മതമൗലിക രാഷ്ട്രമാണ്. മതതീവ്രവാദത്തെ വളർത്തിക്കൊണ്ടിരിക്കുന്നതാണ്. അവിടെ മതഭരണാധികാരികളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. നമ്മൾ യുദ്ധസമയത്തൊക്കെ കണ്ടതാണ്. അവിടുത്തെ വെള്ളിയാഴ്ചത്തെ പ്രഭാഷണത്തിൽ മതമേലധ്യക്ഷന്മാർ പറഞ്ഞത്, ലോകത്തെ മറ്റ് ഇസ്ലാമിക രാഷ്ട്രങ്ങളോട് പറഞ്ഞത്, നമ്മൾ ഇസ്ലാമിക രാഷ്ട്രങ്ങളെല്ലാം കൂടി ഒന്നിക്കണം, ഇസ്രായേലിനെ ഒറ്റപ്പെടുത്തണം, ഇസ്രായേലിനെ തീർക്കണം നമ്മളുടെ ഇടയിൽ നിന്ന് എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഗൾഫ് രാഷ്ട്രങ്ങളൊന്നും അതിനോടൊപ്പം ചേർന്നില്ല, യോജിക്കുന്നുമില്ലായിരുന്നു.
കാരണം അവർക്ക് അവിടെ അവരുടേതായ സുഖ സമ്പൽ സമൃദ്ധിയിൽ കഴിഞ്ഞു പോകാനാണ് ആഗ്രഹിക്കുന്നത്. യുദ്ധം ഉണ്ടാക്കുന്നത് വലിയ നാശമാണ് എന്നവർ മനസ്സിലാക്കുകയും ചെയ്തു. അതുകൊണ്ട് അവരങ്ങ് മാറുകയും ചെയ്തു. പക്ഷേ ഇറാന് അവിടെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. ഇറാൻ്റെ അകത്ത് പല ആഭ്യന്തര പ്രശ്നങ്ങളും ഉണ്ടെന്നുള്ളതാണ്. അതായത് വനിതകൾ മുമ്പോട്ട് വരുന്നുണ്ടിപ്പോൾ. മറ്റൊന്നുമല്ല, അവരുടെ വസ്ത്രധാരണത്തിൻ്റെ പ്രശ്നത്തിലാണ്. അവർ ഹിജാബ് ധരിക്കണം, അതുപോലെ തന്നെ മറ്റ് കർക്കശ നിയമങ്ങളൊക്കെ തന്നെയുണ്ട്. ആ നിയമങ്ങളെ മുഴുവൻ ലംഘിച്ചുകൊണ്ടാണ് കഴിഞ്ഞ 2022 ഒരു വനിത തെരുവിലൂടെ നടന്നതും ഒക്കെ. ആ യുവതിയെ പിടിച്ചു കൊണ്ടുപോയി അജ്ഞാത കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയി അതിനെ കൊല്ലുകയാണ് ചെയ്തത്. അത് വലിയ ജനകീയ പ്രക്ഷോഭം ഉണ്ടാക്കി. പിന്നെ അത് കഴിഞ്ഞ് ഇപ്പോൾ ഈ 2024 ഒരു യുവതി ക്യാമ്പസിനകത്തൂടെ അടിവസ്ത്രം മാത്രം ധരിച്ച് നീങ്ങി. ഇവരോടുള്ള പ്രതിഷേധമാണ്. ആ വനിതയെയും പിടിച്ചുകൊണ്ടുപോയി. എന്നിട്ട് പറഞ്ഞത് എന്താണ്? ഇത് സമനില തെറ്റിയ ഒരു യുവതിയാണ് എന്ന് പറഞ്ഞു. കാരണം അത് സമൂഹത്തിനെ ബോധ്യപ്പെടുത്തുകയാണ്. നമുക്കെതിരെ യാതൊരു പ്രതിഷേധവുമില്ല, സമനില തെറ്റിയവരെങ്ങനെയും പോകാമല്ലോ, അങ്ങനെ സമനില തെറ്റിയതാണ് എന്ന് പറഞ്ഞ് അതിനെ പിടിച്ചുകൊണ്ടുപോവുകയും ചെയ്തു. അതിനെക്കുറിച്ച് പിന്നീട് യാതൊരു വിവരവും ഉണ്ടായിട്ടില്ല. ഇത് ഇറാനിൽ അനുഭവിക്കുന്ന വനിതകൾ അനുഭവിക്കുന്ന കഷ്ടതയെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഈ യുവതികൾ രംഗത്തേക്ക് വന്നിരിക്കുന്നത്. അത് പടർന്നു പന്തലിക്കും എന്ന് ഇറാൻ്റെ ഈ മത മേലധ്യക്ഷന്മാർക്ക് കൃത്യമായി അറിയാം. അതുകൊണ്ടാണ് അവരതിനെ തടയിടാനുള്ള എല്ലാ ശ്രമവും നടത്തുന്നത്. പക്ഷേ അത് ഇനിയിപ്പോൾ വിജയിക്കാൻ പോകുന്നില്ല. അവിടെയുള്ള ഈ ചെറുപ്പക്കാരൊക്കെ തന്നെ ഇപ്പോൾ അവിടെ നിൽക്കുന്നില്ലെന്നാണ് അറിയുന്നത്. രാജ്യം വിടുകയാണ്. പഠനാവശ്യത്തിനും തൊഴിൽ തേടിയും അവർ രാജ്യം വിട്ടു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ കഴിഞ്ഞ ഇടയ്ക്ക് തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു പറയുകയുണ്ടായി, നിങ്ങൾക്ക് അവിടെ സ്വാതന്ത്ര്യം അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ അത് ഞങ്ങൾ നേടിത്തരാം എന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ അവിടെ ഒരിക്കലും സ്വാതന്ത്ര്യം അവിടുത്തെ ഭരണാധികാരികളിൽ നിന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കേണ്ട. അതുകൊണ്ട് ആ സ്വാതന്ത്ര്യം ഞങ്ങൾ വാങ്ങിത്തരാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ തീർത്തു തരും. ഇറാൻ്റെ ഈ ദുർഭരണത്തെ ഇല്ലാതാക്കി തരും. അത് നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിലേക്കായിരിക്കും പോവുക എന്ന് പറഞ്ഞാൽ മതമേലധ്യക്ഷന്മാരെ ഒക്കെ തന്നെ ഇല്ലാതാക്കിക്കൊണ്ട് ഞങ്ങൾ അവിടം പിടിച്ചെടുത്ത് നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്നുള്ള രീതിയിൽ ഇപ്പോൾ അതിന് ഒരാക്കം കൂട്ടിയിരിക്കുകയാണ്. കാരണം ട്രംപ് അധികാരത്തിൽ വരാൻ പോവുകയാണ്. ട്രംപ് അധികാരത്തിൽ വരുമ്പോൾ അധികാരത്തിൽ വന്നതുപോലെയാണ്. പക്ഷേ 20-ാം തീയതി ആയിരിക്കും അദ്ദേഹം അധികാരത്തിലേക്ക് കയറാൻ പോകുന്നത്. അപ്പോൾ സംഭവം ഒന്നുകൂടെ മാറും. അത് കൃത്യമായിട്ട് ലോകത്തുള്ള പല രാജ്യങ്ങൾക്കും അറിയാം എന്തെല്ലാം മാറ്റമാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന്. ഇപ്പോൾ തന്നെ ചൈനയിലുള്ള മൾട്ടിനാഷണൽ കമ്പനികൾ പലതും അവിടെ നിന്ന് മാറ്റും. അത് ഇന്ത്യയിലേക്ക് കൊണ്ടുവരും എന്നാണ് അറിയുന്നത്. ഈ മൾട്ടിനാഷണൽ കമ്പനികളെയൊക്കെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവിടെ തൊഴിലവസരങ്ങൾ ഉണ്ടാകും. അതുപോലെ തന്നെ ഈ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെ ആ ഒരു മാർക്കറ്റിൽ അതിൻ്റെ ഒരു ഉണ്ടാകുന്ന മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന ആ വരുമാനം, ഇതൊക്കെ ഇന്ത്യയുടെ വരുമാനത്തെയും സാമ്പത്തിക ശേഷി വർദ്ധിപ്പിക്കാനും സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ ട്രംപുമായിട്ടുള്ള ഒരു മോദിയുടെ ചില നീക്കങ്ങളാണ്. അതുപോലെ ബംഗ്ലാദേശ് വിഷയത്തിൽ ഇടപെടും കൃത്യമായിട്ട്. നേരത്തെ തന്നെ ബംഗ്ലാദേശിലേക്ക് അമേരിക്കൻ ഉപദേഷ്ടാവ് വിളിച്ചായിരുന്നല്ലോ, അതായത് യുദ്ധം നിങ്ങൾ അവസാനിപ്പിക്കണം, സമാധാനപരമായി മുന്നോട്ട് പോകണമെന്ന് വിളിച്ചായിരുന്നല്ലോ. അതെ, അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇനിയിപ്പോൾ ബംഗ്ലാദേശിനോട് അത് ആവർത്തിക്കുകയും ചെയ്യുമെന്നുള്ളതാണ്. കാരണം അല്ലെന്നുണ്ടെങ്കിൽ വീണ്ടും ബംഗ്ലാദേശ് ഈ ന്യൂനപക്ഷങ്ങളുടെ മേലെ അതിക്രമം തുടർന്നുകൊണ്ടിരിക്കും. അങ്ങനെ അതിനെയും നിയന്ത്രിക്കും. അതിനോടൊപ്പം തന്നെ ഈ ചൈനയെ സംബന്ധിച്ചിടത്തോളം ചൈന ഇപ്പം നമ്മളുമായിട്ട് അതിർത്തിയിൽ പ്രശ്നങ്ങളില്ലാതെ നിൽക്കുകയാണ്, മഞ്ഞുരുക്കി നിൽക്കുകയാണ്. അത് ചൈനയ്ക്കും അറിയാം നമ്മളെ രാജ്യം ട്രംപുമായിട്ട് വലിയ ഒരു ധാരണയിലാണ് പോകുന്നത്. അത് അങ്ങനെ നിന്നില്ലെന്നുണ്ടെങ്കിൽ, അതിനനുസരിച്ച് നിന്നില്ല എന്നുണ്ടെങ്കിൽ ചൈനയ്ക്കും അതിൻ്റെ ദോഷം ഉണ്ടാകും. അപ്പോൾ എന്തായാലും ഇവിടെ സംഭവിക്കാൻ പോകുന്നത്, ഇറാനിൽ ഉണ്ടാകാൻ പോകുന്നത് ട്രംപ് ഇവരുടെ മേൽ ആധിപത്യം സ്ഥാപിക്കും എന്നുള്ളതാണ്. ഇതൊരു ക്രൈസ്തവ രാജ്യമായിട്ട് മാറ്റാനുള്ള സാധ്യത പോലും ഉണ്ടെന്നുള്ളതാണ്. മതതീവ്രവാദങ്ങളെയൊക്കെ തന്നെ തച്ചുടയ്ക്കുകയും
ഇസ്ലാമിക രാഷ്ട്രമെന്നുള്ളതിനെ മാറ്റി അതൊരു ക്രൈസ്തവ രാജ്യത്തിലേക്ക് മാറാനുള്ള സാധ്യതയുമാണ് കാണുന്നത്. അത് ട്രംപ് അത് വിചാരിച്ചു കഴിഞ്ഞാൽ അത് നടത്തിയിരിക്കുമെന്നുള്ളതാണ്. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇസ്രയേലിനെ ഇനിയും നേരിട്ടുകൊണ്ടിരിക്കും. ആ നേരിടുന്ന അവസരത്തിൽ അങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ തക്കതായ മറുപടി കൊടുത്തുകൊണ്ട് ഒരു വലിയ യുദ്ധത്തിലേക്ക് നീങ്ങുകയും അത് ഇറാൻ്റെ പതനത്തിൽ അവസാനിക്കുകയും ചെയ്യും. അപ്പോൾ എന്തായിരിക്കും സംഭവിക്കുക? നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, അവിടെയുള്ള വനിതകൾ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നു, യുവാക്കളും യുവതികളും ഒക്കെ തന്നെ രാജ്യം വിട്ടുപോകുന്നു. ഇതൊക്കെ ആ രാജ്യം ഇല്ലാതാകുന്നതിൻ്റെ, വേറൊരു തരത്തിലേക്ക് മാറുന്നതിൻ്റെ സൂചനകളിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്.